ഹലോ ഗായ്സ്, വെൽക്കം ടു സിനിമാറ്റിക് മൂവി അപ്ഡേറ്റ്സ് ആൻഡ് മോർ. ഈ വീഡിയോയിൽ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ നോക്കുന്നത് 5 വിജയ് സേതുപതിയുടെ അണ്ടർറേറ്റഡ് മൂവീസാണ്. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് തമിഴ്നാട്ടിൽ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള മൂവീസ് നല്ല ഞാൻ നോക്കുന്നത്. കേരളത്തിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 പടങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് 2016 റിലീസായ എം മണികണ്ഠൻ ഡയറക്റ്റ് ചെയ്ത ആണ്ടവൻ കട്ടലയാണ്. വിജയ് സേതുപതിയെ കൂടാതെ ഋതിക സിംഗ്, നാസർ, യോഗി ബാബു എന്നിവർ ഈ പടത്തിൽ മുഖ്യ വേഷത്തിലെത്തുന്നുണ്ട്. IMDbയിൽ 10/8 റേറ്റിംഗ് ഈ പടത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. വളരെ മികച്ചൊരു ചിത്രമാണ്. ഞാൻ ഏകദേശം കുറേ കൊല്ലങ്ങൾ മുമ്പ് കണ്ടതാണ്. ആ സമയത്തൊക്കെ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ പടം കണ്ടില്ല. എന്തായാലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത മൂവി എന്ന് പറയുന്നത് 2014 റിലീസായ SU അരുൺകുമാർ ഡയറക്റ്റ് ചെയ്ത പന്നയാരും പത്മിനിയുമാണ്. വിജയ് സേതുപതിയെ കൂടാതെ ജയപ്രകാശ്, ഐശ്വര്യ രാജേഷ്, ബാല സർവണൻ എന്നിവർ ഈ പടത്തിൽ മുഖ്യ വേഷത്തിലെത്തുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ കണ്ട ഫസ്റ്റ് ഐശ്വര്യ രാജേഷ് മൂവിയാണിത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണിത്. ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന ടൈപ്പ് പടമാണ്. IMDbയിൽ 10/7.9 റേറ്റിംഗ് ഉണ്ട്. അടുത്ത സിനിമ എന്ന് പറയുന്നത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്തായാലും കേട്ടിട്ടുണ്ടാവും. 2012 റിലീസായ നടുവിലെ കൊഞ്ചം പക്കത്ത് കാണും. ബാലാജി തരുണീധരനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിജയ് സേതുപതി, ഭഗവതി പെരുമാൾ, വിഘ്നേശ്വരൻ, രാജ്കുമാർ, ഗായത്രി ശങ്കർ എന്നിവരാണ് ഈ പടത്തിൽ മുഖ്യ വേഷത്തിലെത്തുന്നത്. ഒരു കോമഡി ജേണറുള്ള ചിത്രമാണ്. ബേസിക് പ്ലോട്ട് പറയണമെന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്നതും പിന്നീട് ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ്. പടം 2012 റിലീസ് ചെയ്തെങ്കിലും ഒരു പഴയ പടം കാണുന്ന ഒരു ഫീലോ ഒന്നും പടത്തിന് ഉണ്ടാവില്ല. തുടക്കം മുതൽ അവസാനം വരെ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കണ്ടിരിക്കാനുള്ളത് പടത്തിലുണ്ട്. IMDbയിൽ 10/8.2 ഈ പടത്തിൻ്റെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് 2016 റിലീസായ കാതലും കടന്നുപോകുമാണ്. നളൻ കുമാർ സ്വാമിയാണ് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ. ഒരു കോമഡി റൊമാൻസ് കാറ്റഗറിയിൽ പെടുന്ന ചിത്രമാണിത്. IMDbയിൽ 10/7.4 റേറ്റിംഗ് ഈ പടത്തിനുണ്ട്. വിജയ് സേതുപതി, മഡോണ സെബാസ്റ്റ്യൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. വളരെ ഫണ്ണി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ അവസാന ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു ഫീല് തരുന്നൊരു പടമാണിത്. ഹൈലി റെക്കമെൻഡഡ് മൂവിയാണ് എൻ്റെ. മഡോണ സെബാസ്റ്റ്യൻ എന്താ പറയുക, കരിയറിൽ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പടത്തിലേത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. അടുത്തതായിട്ട് അഞ്ചാമത്തെയും അവസാനത്തെയും ചിത്രമായ 2017 പുറത്തിറങ്ങിയ രഞ്ജിത്ത് ജയ്ക്കൊടി ഡയറക്റ്റ് ചെയ്ത പുര്യാതപുതരാണ്. ഈ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും അണ്ടർറേറ്റഡ് എന്ന് തോന്നിയതും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ് പുര്യാതപുതർ. വിജയ് സേതുപതിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു 4 പടങ്ങൾ എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നാനും റൗഡിദാൻ, വിക്രം വേദ, 96, പുര്യാതപുതരായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കുറേ പേര് ഈ പടത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഈ പടം അത്രയും ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലിത് ഉൾപ്പെടുത്തിയത് തന്നെ. കുറേ പേര് ചിലപ്പോൾ എൻ്റെ ഒപ്പീനിയനായിട്ട് ഒത്തുപോകില്ല, എന്നാലും ഇതൊന്ന് കണ്ടു നോക്കുക. സൂപ്പർ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. IMDbയിൽ 10/6.6 റേറ്റിംഗ് കൊടുത്തേയുള്ളൂ. പക്ഷേ എനിക്കിത് ഫേവറേറ്റ് ആണ്. രഞ്ജിത്ത് ജയ്ക്കൊടിയാണ് ചിത്രത്തിൻ്റെ ഡയറക്ടർ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയെ കൂടാതെ ഗായത്രി ശങ്കറും മഹിമ നമ്പ്യാർ ഈ പടത്തിലെത്തുന്നുണ്ട്. ഗായത്രി ശങ്കറുടെയൊക്കെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയ ചിത്രമാണ് എനിക്കിത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. ഇതിലത്തെ മഴയ്ക്കുള്ള എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ഞാൻ ഇതുവരെ കേട്ട തമിഴ് സോങ്ങിൽ വെച്ചിട്ട് തന്നെ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് സോങ് ഇതാണ്. സോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തൊരു മൂവിയാണിത്. പിന്നെ ഈ വീഡിയോയ്ക്ക് എനിക്ക് മിസ്സായിട്ടുള്ള, നിങ്ങൾക്ക് അണ്ടർറേറ്റഡ് ആയി തോന്നിയ ഏതെങ്കിലും വിജയ് സേതുപതി ചിത്രം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് വിജയ് സേതുപതി ചിത്രം ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.